ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ ജനന തിരുനാളിനായിട്ട് ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ ക്രിസ്മസ് ആഘോഷത്തിന്. മംഗളവാർത്തക്കാലം 4-ാമത്തെ ഞായറാഴ്ചയിൽ സഭാമാതാവ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വചനങ്ങൾ നമുക്ക് തരുമ്പോൾ, യോസേപ്പ് പിതാവ് മറിയത്തിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ആശങ്കയോടെ ഇരിക്കുന്നതെയും കർത്താവിൻ്റെ ദൂതൻ വന്ന് സ്വപ്നത്തിലൂടെ മറിയത്തിനെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ യോസേപ്പ് പിതാവ് മാതാവിനെ സ്വീകരിക്കുന്നതെയും നമ്മൾ കാണാൻ സാധിക്കും. 24-ാം വചനത്തിൽ യോസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. യോസേപ്പ് പിതാവിന് വേണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന എന്തു തന്നെ ആയിക്കോട്ടെ, സഭ പറയുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവവചനം എന്തു തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൂതൻ പറയുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഇവളിൽ സംശയമുണ്ട്, ഇവളെ എനിക്ക് വേണ്ട എന്ന് വയ്ക്കാമായിരുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും ഈ സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. യോസേപ്പ് പിതാവിനെ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ പിതാവിൻ്റെ കൽപ്പനകളുണ്ട്, ദൈവത്തിൻ്റെ വചനങ്ങളുണ്ട്, സഭയുടെ കൽപ്പനകളെല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് മുമ്പിൽ പല സാഹചര്യങ്ങളുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഒത്തിരിയേറെ വിവാഹമോചനത്തിൻ്റെ കേസുകൾ ഒത്തിരിയേറെ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം ദൈവത്തിൻ്റെ വചനത്തെ വേണ്ടെന്ന് വയ്ക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൽപ്പനയെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. യോസേപ്പ് പിതാവ് അങ്ങനെ മറന്നില്ല. യോസേപ്പ് പിതാവ് നല്ലൊരു കാരണമുണ്ടായിരുന്നു. യോസേപ്പ് പിതാവിന്, ഞാൻ അറിയാതെ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾ വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാലും അദ്ദേഹം മറിയത്തെ സ്വീകരിച്ചു. കാരണം ദൈവവചനം പറയുന്നു, ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വായനകളാണ്. നല്ല കുടുംബജീവിതം ജീവിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 50 മുതൽ 67 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈസാക്ക് റബേക്കയെ സ്വന്തമാക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1 സാമുവേൽ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അന്നായും ബെനിനായും എൽഖാനയുടെ ഭാര്യമാരായി ജീവിക്കുമ്പോൾ എൽഖാനയ്ക്കും അന്നയ്ക്കും ഇടയിലുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലൂടെ പൗലോസ് ലീഹ നല്ലൊരു ജീവിതം, രണ്ടുപേരും ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 5-ാം അധ്യായം 5 മുതൽ 21 വരെ വചനങ്ങളാണ് ഇന്ന് നമ്മൾക്ക് വായനയ്ക്കുണ്ടെങ്കിലും തുടർന്ന് വരുന്ന വചനങ്ങൾ 22 മുതലുള്ള വചനങ്ങൾ നല്ലൊരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ 5-ാമത്തെ അധ്യായം വളരെ പൂർണ്ണമായിട്ട് ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ളതായിട്ട് പൗലോസ് ലീഹ നമുക്കിവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം വിരൽ ചൂണ്ടി നിൽക്കുന്നത് ഭാര്യയും ഭർത്താവും ഏതൊരു കാരണം കൊണ്ടും വേർപിരിയേണ്ടവരല്ല, മറിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. ആ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ തങ്ങളുടെ ദുഃഖങ്ങൾ മറക്കുന്നു, വേദനകൾ മറക്കുന്നു, സഹനങ്ങൾ മറക്കുന്നു, ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് ലീഹ പറയുന്നു, നിങ്ങൾ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരുവർക്കൊരു വിധേയപ്പെട്ട് ജീവിക്കുക. ഭാര്യ ഭർത്താവിന് മുമ്പിൽ വിധേയപ്പെട്ട് ജീവിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് മുമ്പിൽ ഞാൻ ഭർത്താവാണ്, പുരുഷനാണ്, വലിയ ആണത്വം കാണിക്കുകയല്ല, മറിച്ച് വിധേയപ്പെട്ട് ജീവിക്കുക. ഭാര്യയ്ക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭാര്യയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തുകൊണ്ടേ അങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഭാര്യ അവന് വിധേയപ്പെട്ട് ജീവിക്കുന്നു. ഇങ്ങനെ പരസ്പരം രണ്ടുപേരും ഒരുമിച്ച് വിധേയപ്പെട്ട് മുന്നോട്ട് പോവുക എന്നതാണ് പൗലോസ് ലീഹ നമുക്കിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ 2-ാമത്തെ വായനയിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ എൽഖാനയുടെയും അന്നയുടെയും കാര്യം നമുക്ക് ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമുക്കറിയാം. അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് അന്ന ഭയങ്കര വിഷമത്തിലാണ്. അവളുടെ കൂടെയുള്ള ബനീന അവളെ വേദനപ്പെടുത്തുന്നുണ്ട്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ കഷ്ടപ്പാടുകൾ അവളെ ഒത്തിരിയേറെ
സഹനത്തിനുള്ളാക്കുമ്പോൾ, അവളെ ഒത്തിരിയേറെ കരയിപ്പിക്കുമ്പോൾ, അവളെ ഒത്തിരിയേറെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഭർത്താവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് അടുത്തവൾ പോകുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. അവൾ ദൈവത്തോടാണ് മുറയിട്ടത്. എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് ഈ അവമാനം മാറ്റിത്തരണമേ ദൈവമേ. അവളുടെ പ്രാർത്ഥന വെറും പ്രാർത്ഥനയായിരുന്നില്ല. അവൾ നേർച്ച നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അവനെ ഞാൻ അങ്ങയുടെ ദാസനായിട്ട്, നാസൃതക്കാരനായിട്ട് സമർപ്പിച്ചു കൊള്ളാം എന്നുള്ള പ്രാർത്ഥനയാണ് അവൾ അവിടെ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു, അവൾക്ക് മക്കളെ നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതം എന്തു തന്നെ ആയിക്കോട്ടെ, മക്കളെ കിട്ടണമോ കിട്ടണ്ടയോ എന്നുള്ളതൊന്നും അതെല്ലാം ദൈവമാണ്. നമ്മളെ ഈ ലോകത്തിൽ തന്നത് ദൈവമാണ്, നമ്മളെ നടത്തിയ ദൈവമാണ്, വളർത്തിയ ദൈവമാണ്, നമുക്കിങ്ങനെ ഒരു കല്യാണം നടത്തി തന്നത് ദൈവമാണ്. ആ കല്യാണത്തിലൂടെ നമുക്ക് കുട്ടികൾ ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആ തീരുമാനത്തിന് എതിര് നിൽക്കാൻ നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. അന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, തരണമേ ദൈവമേ എന്ന് ദൈവം കനിഞ്ഞു നൽകി. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് ഒത്തിരിയേറെ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് രൂപീകരിക്കപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം മാത്രമല്ല, നമ്മൾ ദൈവത്തെ മറന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മക്കളില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ സത്യം. പഴയ നിയമം മുതലേ നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരിയേറെ പേർക്ക് മക്കളില്ലാതിരുന്നു. പക്ഷേ അവരുടെ വാർദ്ധക്യത്തിൽ പോലും അവർക്ക് മക്കളെ കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നെങ്കിൽ, ഇന്ന് വിവാഹം കഴിച്ച പാടെ എനിക്ക് കുട്ടി കിട്ടിയില്ലെങ്കിൽ ദൈവമേ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും, പക്ഷേ അവിശ്വസിച്ച് പോകരുതേ. ഇന്ന് പലപ്പോഴും വിവാഹം കഴിഞ്ഞു 2 മാസമായി കുട്ടികളൊന്നും ഉണ്ടായില്ല, അപ്പോൾ പിന്നെ എന്തോ പ്രശ്നമാണ് എനിക്ക്. ഉടനെ തന്നെ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിനെ അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ വേദനാജനകമാണ്. നമ്മുടെ വിശ്വാസം എവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു? സയൻസിനെ ഒത്തിരി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുകയല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക നടപടികളെയും പ്രധാനമായി കൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ സംവിധാനങ്ങളെ മറന്ന്, തിരുസഭയെ മറന്ന്, നമ്മുടെ വിശ്വാസത്തെ മറന്ന്, നമ്മുടെ ദൈവബലിയെ മറന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മുമ്പിൽ എൽഖാനായും അന്നായും ഉത്തമ ഉദാഹരണങ്ങളാണ്. നീ ദൈവത്തോട് മാത്രം ചോദിക്കുക, ദൈവത്തോട് ചോദിച്ച് മേടിക്കുക. അവൾ ദൈവത്തോട് ചോദിച്ച് മേടിച്ച് അവന് സാമുവേൽ എന്ന് പേരിട്ടു. ഞാൻ ദൈവത്തിൽ നിന്ന് ചോദിച്ച് മേടിച്ചിരിക്കുന്നു, സാമുവേൽ എന്ന് അവൾ പേരിട്ടു. എൽഖാന എല്ലാ വർഷവും പോയി ബലിയർപ്പിക്കുമായിരുന്നു. ബലിയർപ്പിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് തന്നെയായിരിക്കും, തീർച്ചയായിട്ടും അന്നയിലൂടെ എനിക്കൊരു കുഞ്ഞിനെ തരണമേ ദൈവമേ. അതുപോലെ അന്നയും പ്രാർത്ഥിച്ചു, എനിക്കൊരു കുഞ്ഞിനെ തരണമേ ദൈവമേ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 19 വാക്യത്തിലൂടെ പൗലോസ് ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതായത് നിങ്ങളുടെ സംഭാഷണങ്ങൾ സങ്കീർത്തനങ്ങളാലും അല്ലെങ്കിൽ പുകഴ്ഗീതങ്ങളാലും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിവേദനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ആവേശത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചുള്ള പ്രാർത്ഥനകളായിരിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ എല്ലാ രീതിയിലും ദൈവത്തിന് നന്ദി പ്രദർശിപ്പിക്കുക. ഇതാണ് പൗലോസ് ലീഹ എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചായിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്തയും നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ, ദൈവിക ചിന്തകളോടൊപ്പം ആയിരിക്കട്ടെ, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചായിക്കോട്ടെ. അതോടൊപ്പം തന്നെ ദൈവത്തിന് പുകഴ്ഗീതങ്ങൾ, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കുക, ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ആയിരിക്കുക. നിങ്ങൾ രണ്ടുപേരുടെയുള്ള സംഭാഷണങ്ങൾ അങ്ങനെയുള്ളതായിരിക്കട്ടെ. ഇന്ന് നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനുള്ള സംഭാഷണങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ശരിക്കും രണ്ടുപേരുടെ ഇടയിൽ സംഭാഷണം നടക്കുന്നുണ്ടോ? പലപ്പോഴും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്ന കാര്യം ചെയ്യാനുണ്ട്, അതൊഴിച്ച് ഇന്നാർക്കും പരസ്പരം സംസാരിക്കാനായിട്ട് സമയമില്ല. ഒന്നുകിൽ TV കാണാനായിട്ട്, അല്ലെങ്കിൽ മൊബൈലിൽ റീൽസ് കാണാനായിട്ട്, ഇതിനൊക്കെയാണ് നമുക്ക് സമയമുള്ളത്. പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ വായനകളെല്ലാം നമ്മോട് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചായിരുന്ന് സംസാരിക്കണം. നിങ്ങളുടെ സംസാരത്തിൽ ദൈവീക ചിന്തകൾ കൂടുതലുണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 19-20 വാക്യങ്ങളിൽ ഈശോനെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, 2 പേർ ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ പ്രസൻസ് ഞാൻ തരികയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിലാണ് അവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ സങ്കീർത്തനങ്ങൾ ഉരുവിടുമ്പോൾ, നിങ്ങൾ പുകഴ്പാക്കൾ പാടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. നിങ്ങൾ 2 പേരും ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങൾക്ക് നടത്തി തരാം. മക്കളില്ലേ? നിങ്ങൾക്ക് നടത്തി തരാം. മക്കളെ തരാം. ഞാൻ ദൈവത്തിൻ്റെ ദാനമല്ലേ? ദൈവം തരാൻ ഒരിക്കലും മടിക്കുന്നില്ല.
എന്നാൽ അവൻ്റെ ദാനങ്ങളെല്ലാം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ച് മേടിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, എന്നാൽ ചോദിക്കുന്ന എല്ലാവനും ലഭിക്കുന്നു. ചോദിച്ചുകൊണ്ടേയിരിക്കുക, ലഭിക്കുന്നവരെയും ചോദിക്കുക, അവൻ തരാതെ വിടരുത്. അതാണ് ഞാൻ പരിശ്രമിച്ച് തോറ്റുപോയെന്ന് പറയുന്നവരോടും ഈ വാക്യമേ പറയാനുള്ളൂ. നീ പരിശ്രമിക്കുന്നുണ്ടോ? വിജയം വരിക്കുന്നവരെ പരിശ്രമിക്കുക. വിജയം വരിക്കാതെ വിടുന്നുണ്ടെങ്കിൽ നീ പരിശ്രമം നിർത്തിയതാണ്. നീ പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിജയം വരിക്കുന്നവരേക്കും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച കാര്യം ലഭിക്കുന്നവരെ നടക്കുന്നവരെ ആ പ്രാർത്ഥന നിർത്തുകയേ ചെയ്യരുത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയേ ചെയ്യരുത്. അന്ന ലഭിക്കുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് അവമാനം ഉണ്ടായിരുന്നു, കൂടെയുള്ളവരെല്ലാം അവമാനിച്ചു, പക്ഷേ അവൾ തളർന്നു പോയില്ല, വിശ്വാസം നിന്ന് മാറിപ്പോയില്ല. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ എൽക്കാനായുടെ ഒരു പ്രത്യേകപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ബനീന അവളെ ഒത്തിരിയേറെ ചിത്രവധ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ അവളെ അസംഖ്യപ്പെടുത്തുന്നുണ്ട്, അവമാനപ്പെടുത്തുന്നുണ്ട്. കൂടെയുള്ളവരൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെ തന്നെയാണ്. പലരും അനാവശ്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നവരായിരിക്കും, ഒത്തിരിയേറെ പറഞ്ഞിട്ടുണ്ടാവും, ഇനിയും പറയും. പക്ഷേ അവളുടെ ഭർത്താവ് അവളെ അസംഖ്യപ്പെടുത്തുന്നില്ല, അവളുടെ ഭർത്താവ് അവളെ വിഷമിപ്പിക്കുന്നില്ല, അവളെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ അവളെ ആശ്വസിപ്പിക്കുക. നിനക്ക് 10 മക്കളേക്കാൾ ഞാനില്ലേ, ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ എന്ന ആ വാക്ക് കൊടുത്തുകൊണ്ട് ധൈര്യം പകരുന്നൊരു ഭർത്താവായിട്ട് എല്ലാ ഭർത്താക്കന്മാരും തീരുന്നുണ്ടോ? അങ്ങനെ വാക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു ഭാര്യയായിട്ട് എല്ലാ ഭാര്യമാരും തീരുന്നുണ്ടോ? ഒരു ചെറിയ കുറവുകൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ഭാര്യയും കുറ്റപ്പെടുത്തുന്ന ഭർത്താവുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പൗലോസ് വാക്കുകൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. എഫേസ്യർക്ക് എഴുതിയ 5-ാം അധ്യായം 21 വാക്യം, പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുക. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുക. ഈശോയാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഈശോയാണ് നമുക്ക് ജനം നൽകിയിരിക്കുന്നത്. ഈശോയാണ് നമ്മളെ നയിച്ചിരിക്കുന്നത്. ഈശോയാണ് നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഈശോയാണ് നമ്മളെ ഇപ്രകാരം വളർത്തിയിരിക്കുന്നത്. ഈശോയാണ് ഈ മകളെ നമുക്ക് ഭാര്യയായി തന്നത്. ഈശോയാണ് ഈ മകനെ എനിക്ക് ഭർത്താവായി തന്നത്. അതുകൊണ്ട് ഈശോയെ വിചാരിച്ചുകൊണ്ട് പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നടത്താനായിട്ട് സാധിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ 1-ാമത്തെ വായനയ്ക്ക് വരുമ്പോൾ അവിടെ ഈസാക്ക് തൻ്റെ അമ്മ മരിച്ച വിഷമത്തിലാണ്, സാറ മരിച്ച വിഷമത്തിലാണ്. ആ വിഷമത്തിലായിരിക്കുന്ന അയാൾക്ക്, ആ അമ്മയുടെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന ഈസാക്കിന് ആ വിഷമം, ആ വേദന, ആ ദുഃഖം മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവന് റബേക്കയെ ഭാര്യയായി കിട്ടിയപ്പോഴാണ്. നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67-ാം വാക്യം. അവന് റബേക്കയെ ലഭിച്ചപ്പോൾ അവൻ തൻ്റെ അമ്മയുടെ കൂടാരത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അമ്മയുടെ വേർപാടിൽ വിഷമിച്ചിരുന്നവന് ആശ്വാസം ലഭിച്ചു. അവൻ സന്തോഷമുള്ളവനായി. പ്രിയപ്പെട്ടവരെ, ഒരു മകൻ വളർന്നു വരുമ്പോൾ അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ അമ്മയായിരിക്കും. അത് കഴിഞ്ഞ് അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞെങ്കിൽ അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ഭാര്യയാണ്. അവന് ഭാര്യയ്ക്ക് ശേഷമേ ബാക്കി എല്ലാവരും ഉള്ളൂ. അതുപോലെ ആ ഭാര്യയ്ക്ക് ഭർത്താവാണ് പ്രധാനപ്പെട്ട ആൾ. അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കിടയിൽ വേറെ ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. ആ രണ്ടുപേർക്കിടയിൽ ദൈവം ഉണ്ടാവണം. വേറെ ആരും, ഈ ലോകത്തുള്ള ആരും തന്നെ അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. അവർക്ക് ഇടയിൽ വേറെ ആരെങ്കിലും വയ്ക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം സന്തോഷമില്ലാതായിത്തീരും. ഇവിടെ സാറയുടെ വേർപാടിൽ തീർച്ചയായിട്ടും അബ്രാഹത്തിന് വിഷമമുണ്ട്. അബ്രാഹം ഒത്തിരിയേറെ ദുഃഖിതനാണ്. പക്ഷേ അപ്പൻ ദുഃഖിതനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈസാക്ക് റബേക്കയോടുള്ള ജീവിതത്തിൽ അബ്രാഹത്തെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കാൻ നിന്നില്ല. മറിച്ച് വചനം ഇപ്രകാരമാണ് പറയുന്നത്, വേർപാടിൽ, അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്നവന് ആശ്വാസം ലഭിച്ചു അവൻ്റെ ഭാര്യയെ കിട്ടിയപ്പോൾ. ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖങ്ങൾക്ക്, നമ്മുടെ വിഷമങ്ങൾക്ക്, നമ്മുടെ എല്ലാ വേദനകൾക്കുമുള്ള മരുന്ന ഒരു ഭർത്താവിന് ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവ്. ഈ ആശ്വാസം കണ്ടെത്തേണ്ടത് വേറൊരു സ്ഥലത്തുമല്ല. ആ ഒരു വിഷമങ്ങൾ തീർക്കേണ്ടത് വേറൊരു സ്ഥലത്തുമല്ല. ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ് അത് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, യോസേപ്പിന് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് സ്വീകരിച്ചു. നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കാം, ഭാര്യയെ പിരിയാനായിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ പിരിയാനായിട്ട് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈശോ പറയുന്നു, ഏതു തന്നെ കാരണമായാലും ഭാര്യയെ ഭർത്താവ് വേർപിരിയരുത്, ഭർത്താവിനെ ഭാര്യ വേർപിരിയരുത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ക്രിസ്തു പിറപ്പ് ഉണ്ടാകുന്നത് അവിടെയാണ്. ഒരുമിച്ച് ദൈവത്തിൻ്റെ ചിന്തയോടുകൂടി
ഒരേ കുടുംബജീവിതം സന്തോഷത്തോടെ നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ആ ക്രിസ്തുവാണ് ലോകത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു, നമ്മൾ വളർന്നു, നമ്മൾ ജീവിച്ചു, നമ്മളും കുട്ടികളെ ഉണ്ടാക്കി, അവരും മരിച്ചു, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, കടന്നു പോകുന്നു. ഈ മാറ്റങ്ങളുണ്ടാക്കുന്ന യേശുമാരെ ജനിപ്പിക്കാനായിട്ട് നല്ല ദൈവവിചാരത്തോടു കൂടിയുള്ള പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഈ ലോകത്തിൽ വേണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവവിചാരത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം നയിക്കുക. അപ്രകാരം ഈ ക്രിസ്തു ജനനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് ആ പ്രകാശമാകുന്ന ഈശോയെ കൊടുക്കുവാനായിട്ട് വെളിച്ചം വീശുന്ന ഒരു കുടുംബജീവിതം നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.